നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെക്കും ഇന്ത്യക്കും ഇടയിലുള്ള യാത്രാ മേഖലയിൽ വലിയ മാറ്റമുണ്ടാകും. ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള പ്രധാന മെട്രോ നഗരങ്ങളിലേക്ക് ബ്രിട്ടനിൽ നിന്നും നേരിട്ടുള്ള കൂടുതൽ സർവീസുകൾ നടത്താൻ ഒരുങ്ങും. യുകെയിലെ മലയാളി പ്രവാസികൾക്ക് കടുത്ത അവഗണന. യുകെയിൽ നിന്ന് മുൻകാലങ്ങളിൽ കേരളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ നടത്തി ചരിത്രപരമായ വിജയം കൈവരിച്ചിട്ടും കേരളത്തെ ഒഴിവാക്കി വിമാന കമ്പനികൾ. ഇന്ത്യയിലും ആഫ്രിക്കയിലും തങ്ങളുടെ വ്യോമഗതാഗതം പുനർവിന്യസിക്കാൻ തയ്യാറെടുത്ത് ബ്രിട്ടീഷ് എയർവേസ്. ജിദ്ദ, ദുബായ്, ദോഹ എന്നീ സർവീസുകൾ വെട്ടിച്ചുരുക്കും. യുകെയിൽ 1,70,000 പേർക്ക് HMRC നൽകുന്ന ശരാശരി 800 പൗണ്ടിന്റെ റീഫണ്ടുകൾ നഷ്ടമാകുമെന്ന് സൂചന. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ കാരണങ്ങളാൽ നൽകേണ്ടതിലധികം തുക നികുതിയായി നൽകേണ്ടി വരുന്നു. അധിക തുക നൽകുന്ന അർഹതയുള്ളവർക്ക് തുക മടക്കി ലഭിക്കാൻ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് HMRC കത്തയച്ചു. കഴിഞ്ഞ വർഷം റീഫണ്ടിന് അർഹതയുള്ളവർക്കായി HMRC അയച്ചത് 17 ലക്ഷം ചെക്കുകൾ. പണം മാറിയെടുക്കാത്ത ചെക്കുകൾ 1,78,180 എണ്ണം. US-ഉം ഇറാനും തമ്മിൽ പുതിയ റൗണ്ട് ചർച്ചകൾക്ക് സാധ്യത. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന ഏപ്രിൽ 21 മുൻപായി ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. വ്യാഴാഴ്ച നടന്നേക്കാവുന്ന ചർച്ചകൾ ജനീവയിലോ ഇസ്ലാമാബാദിലോ നടക്കും. തിരക്കിട്ട നീക്കങ്ങൾ 6 ആഴ്ച നീണ്ട യുദ്ധത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ. US-ഉം ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനു പിന്നിലെ കാരണങ്ങൾ പുറത്ത്. ചർച്ച വഴിമുട്ടിയത് യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കുന്ന കാലയളവിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ. സ്വയം യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന വിവാദപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് നീക്കം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗിയെ ട്രംപ് സുഖപ്പെടുത്തുന്നതായുള്ള വിവാദ ചിത്രം നിർമ്മിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച്. പോസ്റ്റിനെതിരെ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നും ശക്തമായ പ്രതിഷേധം. തന്നെ ഒരു ഡോക്ടറായാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് ട്രംപിന്റെ അവകാശവാദം. ചിത്രം യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന മതപരമായ പെയിന്റിങ്ങുകൾക്ക് സമാനമാണെന്ന് വിമർശകർ. 7 വർഷത്തിനു ശേഷം ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായി 2 ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖത്ത്. 20 ലക്ഷം വീപ്പ എണ്ണയുമായി ഒഡീഷയിലെ പാരദീപ് തുറമുഖത്ത് എത്തിച്ചത് ജയ എന്ന ടാങ്കറും ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് എത്തിച്ചേർന്നത് ഫെലിസിറ്റി എന്ന ടാങ്കറും. അമേരിക്ക ഇറാനിയൻ എണ്ണയ്ക്ക് 2019 ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ കമ്പനികൾ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത് ആദ്യമായി. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിന് തടയിടാൻ ഇറാനിലെ തുറമുഖങ്ങൾ തടയുമെന്ന് അമേരിക്ക. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും കോൺഗ്രസിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർക്ക് ബിരിയാണി നൽകി സൽക്കരിക്കുകയായിരുന്നു കോൺഗ്രസും മമതയുമെന്ന് അമിത്ഷാ. മമതാ ബാനർജിയുടെ പാർട്ടി പിന്തുണച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഒരിക്കലും ശക്തമായ നടപടിയെടുത്തില്ല എന്ന് രൂക്ഷ വിമർശനം. പഹൽഗാം ആക്രമണത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ബംഗാളിലെ സിൻഡിക്കേറ്റുകൾക്കും അഴിമതിക്കുമെതിരെ BJP ശക്തമായ നടപടിയെടുക്കുമെന്ന് അമിത്ഷാ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കടുത്ത ജാതീയത തലപ്പൊക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികരണം: അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. നിതിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി. ക്യാമ്പസുകളിലെ ജാതീയ വിവേചനങ്ങൾ നിയമം മൂലം ഇല്ലാതാക്കാൻ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല എന്ന് മുഖ്യന്റെ രൂക്ഷ വിമർശനം. വാർത്തകൾ വിശദമായി. യുകെക്കും ഇന്ത്യക്കും ഇടയിലുള്ള യാത്രാ മേഖലയിൽ വലിയ മാറ്റമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള പ്രധാന മെട്രോ നഗരങ്ങളിലേക്ക് ബ്രിട്ടനിൽ നിന്നും നേരിട്ടുള്ള സർവീസുകളിൽ കൂടുതൽ മുന്നേറ്റം കാണുമ്പോൾ യുകെയിലെ മലയാളി പ്രവാസികൾ ഗണ്യമായ അവഗണന നേരിടുകയാണ്. യുകെയിൽ നിന്ന് മുൻകാലങ്ങളിൽ കേരളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ നടത്തി ചരിത്രപരമായ വിജയം കൈവരിച്ചിട്ടും ഈ മേഖല നേരിട്ടുള്ള വ്യോമയാന ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വിമാന കമ്പനികൾ. ഈ തിരിച്ചടി മനസ്സിലാക്കി കൊച്ചിയിലേക്ക് നോൺ സ്റ്റോപ്പ് സർവീസുകൾ തിരികെ കൊണ്ടുവരുന്നതിന് വ്യാപക ജനകീയ പ്രചരണം ആരംഭിക്കുന്നതിനുള്ള മുറവിളികൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ബ്രിട്ടന്റെ പ്രമുഖ ദിനപത്രമായ ദി ഇൻഡിപെൻഡന്റ് സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ബ്രിട്ടീഷ് എയർവേസ് തങ്ങളുടെ ആഗോള ശൃംഖലയിൽ തന്ത്രപരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. മിഡിൽ ഈസ്റ്റിലെ തുടർച്ചയായ അസ്ഥിരതകൾക്കിടയിൽ ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും കൂടുതൽ സ്ഥിരതയുള്ളതും ഉയർന്ന ഡിമാൻഡ് ഉള്ളതുമായ വിപണികളിലേക്ക് തങ്ങളുടെ വ്യോമഗതാഗതം പുനർവിന്യസിക്കുന്നതിനായി ബ്രിട്ടീഷ് എയർവേസ് ജിദ്ദ, ദുബായ്, ദോഹ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾ കുറയ്ക്കുകയാണ്. ഈ വിപുലീകരണത്തിന്റെ നല്ലൊരു ശതമാനം ഗുണവും ലഭിക്കാൻ പോകുന്നത് ബാംഗ്ലൂരുവിനാണ്. ഈ വരുന്ന ജൂൺ മുതൽ ലണ്ടൻ ഹീത്രൂവിൽ നിന്ന് ദിവസേന 2 തവണ ബ്രിട്ടീഷ് എയർവേസ് സർവീസ് നടത്തുമെന്ന് പറയുന്നു. നാട്ടിലേക്ക് പോകുന്നവർക്ക് ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി തുടങ്ങിയ കണക്ഷനിൽ ഫസ്റ്റ് പോർട്ട് ഓഫ് എൻട്രി ആയതുകൊണ്ട്
തങ്ങളുടെ ലഗേജുകൾ മാറ്റിക്കയറ്റി നടത്തുന്ന ക്ഷീണകരമായ യാത്രകൾ പോലെ മറ്റൊന്നുമില്ല എന്നതാണ് സത്യം. ഇതോടൊപ്പം മണിക്കൂറുകൾ കാത്തിരിക്കേണ്ട ലേ ഓവറുകളുടെ ചങ്ങലയിൽ കുടുങ്ങേണ്ട സാഹചര്യവുമാണ്. 2025 മാർച്ചിൽ ലണ്ടൻ ഗ്യാറ്റ്വിക് കൊച്ചി സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള എയർ ഇന്ത്യയുടെ വിവാദ തീരുമാനത്തെ തുടർന്നാണ് കേരളത്തിലെ യാത്രക്കാർക്കുള്ള നിലവിലെ പ്രതിസന്ധി രൂക്ഷമായത്. COVID-19 സമയത്തെ വന്ദേ ഭാരത് ദൗത്യത്തിനിടെ കൊച്ചിയിലേക്ക് ആരംഭിച്ച ഈ നേരിട്ടുള്ള സർവീസ് യുകെയിലെ മലയാളി സമൂഹത്തിന് തെല്ല് ആശ്വാസമല്ല നൽകിയത്. ഈ സർവീസ് പെട്ടെന്ന് തന്നെ നല്ലൊരു ശതമാനം യാത്രക്കാർക്കും പ്രിയപ്പെട്ടതായി മാറി. പലപ്പോഴും ഹൗസ്ഫുള്ളായി പ്രവർത്തിക്കത്തക്ക ജനപ്രീതി ഉണ്ടായിരുന്നിട്ടും 2025 മാർച്ചിൽ എയർ ഇന്ത്യ ഔദ്യോഗികമായി ഈ നേരിട്ടുള്ള സർവീസ് നിർത്തിവെച്ചു. ബോയിങ് 787 ഡ്രീംലൈനറുകൾക്കായുള്ള വിപുലമായ ക്യാബിൻ നവീകരണ പരിപാടി കാരണമാണ് ഓപ്പറേഷണൽ ഫ്ലീറ്റിൽ താൽക്കാലിക കുറവ് ഉണ്ടാകുന്നതെന്നാണ് ഈ സസ്പെൻഷന്റെ ന്യായീകരണമായി എയർലൈൻ പറയുന്നത്. ഇക്കാരണം കൊണ്ട് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്ന് എയർ ഇന്ത്യ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് പുനരാരംഭിക്കുന്നതിനുള്ള സമയപരിധി ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല എന്നത് ഇതിന്റെ പിന്നിൽ ലോബിയിങ് നടന്നിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്നു. ലണ്ടൻ ഗ്യാറ്റ്വിക് കൊച്ചിയുടെ സർവീസിന്റെ താൽക്കാലിക വിരാമം ബ്രിട്ടനിലെ മലയാളി സമൂഹത്തിൽ നിന്ന് പ്രതിഷേധത്തിന് കാരണമായെങ്കിലും ആശ്വാസകരമായ ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി ലണ്ടൻ റൂട്ടിലുണ്ടായിരുന്ന യാത്രാ നിരക്ക് വാണിജ്യപരമായി ലാഭകരമാണ് എന്ന് തെളിയിച്ചിട്ടും ഇപ്പറഞ്ഞ എയർലൈനുകളുടെ പ്രധാന ശ്രദ്ധ കേരളത്തിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വ്യോമയാന റൂട്ടിനെ അവഗണിക്കുന്നത് തുടരുകയാണ്. ഏകദേശം 1,70,000 പേർക്ക് HMRC നൽകുന്ന ശരാശരി 800 പൗണ്ടിന്റെ റീഫണ്ടുകൾ നഷ്ടമാകുമെന്ന് കണക്കുകൾ. വിവിധ കാരണങ്ങളാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് നൽകേണ്ടതിലധികം തുക നികുതിയായി നൽകുന്നത്. അതായത് അവർക്ക് HMRCയിൽ നിന്നും ഒരു നിശ്ചിത തുക തിരികെ ലഭിക്കാനുള്ള അർഹത ഉണ്ട് എന്നർത്ഥം. ഈ തുക മടക്കി ലഭിക്കാൻ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് HMRC എല്ലാ വർഷവും അതിന് അർഹതയുള്ളവർക്ക് കത്തുകൾ അയക്കാറുമുണ്ട്. ഏകദേശം 1,70,000 പേർക്ക് HMRC നൽകുന്ന ശരാശരി 800 പൗണ്ടിന്റെ റീഫണ്ടുകൾ നഷ്ടമാകുമെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ നൽകേണ്ടതിലധികം തുക നികുതിയായി നൽകുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഒരു നിശ്ചിത തുക തിരികെ ലഭിക്കാനുള്ള അർഹതയുള്ളത്. അത് കാണിച്ച് തുക മടക്കി ലഭിക്കാൻ എന്തും ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് HMRC എല്ലാ വർഷവും അതിന് അർഹതയുള്ളവർക്ക് കത്തുകൾ അയക്കാറുണ്ട്. 2024 വരെ 21 ദിവസമായിരുന്നു പ്രതികരിക്കാൻ ഈ കത്ത് ലഭിക്കുന്നവർക്ക് നൽകിയിരുന്ന സമയം. പ്രതികരണമില്ല എങ്കിൽ നികുതിദായകരുടെ വിലാസത്തിലേക്ക് ചെക്ക് അയക്കും. എന്നാൽ ഇത്തരത്തിൽ അയച്ച 10,000 കണക്കിന് ചെക്കുകൾ ഇനിയും മാറിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷം 17 ലക്ഷം ചെക്കുകളാണ് റീഫണ്ടിന് അർഹതയുള്ളവർക്കായി HMRC അയച്ചത്. ഇതിൽ 1,78,180 എണ്ണം ഇനിയും മാറി പണമെടുത്തിട്ടില്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇവയെല്ലാം കൂടി മൊത്തം 144 മില്യൺ പൗണ്ട് വരും. അതായത് ഒരാൾക്ക് ശരാശരി 800 പൗണ്ട് വീതമാണ് കിട്ടാനുള്ളത് എന്നർത്ഥം. അടുത്ത കാലത്തായി റീഫണ്ടിനെ ചെക്കുകൾ നൽകുന്നത് കുറച്ചുകൊണ്ടുവരാൻ HMRC ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല 2024 മുതൽ പുതിയ സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്തു. പുതിയ സിസ്റ്റത്തിൽ ഉപഭോക്താക്കൾ ചെക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമായിരിക്കും ചെക്ക് നൽകുക. അല്ലാത്തവർക്ക് മറ്റു വഴികളിലൂടെ പണം നൽകാൻ ശ്രമിക്കും. മോട്ടോബിലിറ്റി ഡ്രൈവർമാർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഇന്നലെ മുതൽ നിലവിൽ വന്നു. ആദ്യ കാർ ലീസിൽ എടുക്കുമ്പോഴോ മോട്ടോബിലിറ്റി സ്കീം വഴി വീൽ ചെയർ ആക്സസ് ഉള്ള വാഹനം ലീസിൽ എടുക്കുമ്പോഴോ അതിൽ പുതിയ ബ്ലാക്ക് ബോക്സുകൾ ഘടിപ്പിക്കണം. അതിനോടൊപ്പം ലീസിൽ 30 വയസ്സിൽ താഴെയുള്ള ഡ്രൈവർമാർ എടുക്കുന്ന വാഹനങ്ങളിലും ഇത് നിർബന്ധമാവുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് രീതികൾ നിരീക്ഷിക്കാൻ ടെലിമാറ്റിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സംവിധാനം കാറുകളിൽ വരുന്നു. മോട്ടോബിലിറ്റി ഡ്രൈവർമാർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഇന്നലെ മുതൽ നിലവിൽ വന്ന പശ്ചാത്തലത്തിൽ വേഗത, ബ്രേക്കിംഗ് രീതികൾ എന്നിവയൊക്കെ നിരീക്ഷിച്ച് പ്രതിവാര റിപ്പോർട്ടുകൾ തയ്യാറാക്കും. പച്ച, ആംബർ, ചുവപ്പ് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടായിരിക്കും നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർമാരെ തരംതിരിക്കുക. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വാർഷിക റിവാർഡായി 160 പൗണ്ട് ലഭിക്കുമെന്ന് മോട്ടോബിലിറ്റി പറയുന്നു. 12 മാസ കാലയളവിൽ 4 ചുവപ്പ് സ്റ്റാറ്റസുകൾ നേടിയാൽ മോട്ടോബിലിറ്റി സ്കീമിൽ നിന്നും പുറത്താകും. നോർത്തേൺ അയർലൻഡിൽ സെപ്റ്റംബർ മുതൽ നടത്തിവരുന്ന പരീക്ഷണത്തിൽ 300 വാഹനങ്ങൾ പദ്ധതിയിൽ നിന്നും പിൻവലിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൂടെ പ്രതിവാര സ്കോറിൽ ചുവപ്പ് സ്റ്റാറ്റസ് ലഭിച്ചാൽ ഭാവിയിൽ ഈ പദ്ധതിയിൽ ചേരാനുള്ള അവസരം നിങ്ങൾക്ക് നഷ്ടമാകും. അതുപോലെ ലീസിലുള്ള ഡ്രൈവർമാർ എല്ലാവരും 30-ന് മേൽ പ്രായമുള്ളവരാണെങ്കിൽ ആ ഉപഭോക്താവിന് ഡ്രൈവ് സ്മാർട്ട് ലഭിക്കുകയില്ല. ബ്രിട്ടനിൽ ഈ വേനലിൽ ഊർജ്ജ ഉൽപാദനം റെക്കോർഡ് നിലവാരത്തിൽ എത്തുമെന്ന കണക്കുകൾ പുറത്തു വന്നു. ഈ സാഹചര്യത്തിൽ പകൽ സമയത്ത് വീടുകളോട് വൈദ്യുതി ഉപയോഗം വർദ്ധിപ്പിക്കാൻ സർക്കാർ ആഹ്വാനം ചെയ്തു. കാറ്റും സൂര്യശക്തിയും അധികമായി ലഭിക്കുന്ന സമയങ്ങളിൽ വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനും ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കും. ഇത്തരം സമയങ്ങളിൽ വൈദ്യുതി കമ്പനികൾ കുറഞ്ഞ നിരക്കിലോ സൗജന്യമായോ വൈദ്യുതി നൽകാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ ഗ്രിഡിൽ ഉണ്ടാകുന്ന അധിക വൈദ്യുതി ബാലൻസ് ചെയ്യുകയും ഉപഭോക്താക്കളുടെ ബില്ലുകൾ കുറയ്ക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. ഈ വേനലിൽ ബ്രിട്ടനിൽ ഊർജ്ജ ഉൽപാദനം റെക്കോർഡ് നിലവാരത്തിലെത്തുമെന്ന കണക്കുകൾ പുറത്തുവരുന്നതിന് പിന്നാലെ നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ അധിക വൈദ്യുതി ആവശ്യമുള്ള സമയങ്ങളിൽ ഉപഭോഗം വർദ്ധിപ്പിക്കാൻ മാർക്കറ്റ് നോട്ടീസ് നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിലൂടെ ആവശ്യക്കാർ കുറവായപ്പോൾ കാറ്റാടി സോളാർ പ്ലാന്റുകൾ ഓഫ് ചെയ്യാൻ നൽകേണ്ട വലിയ നഷ്ടപരിഹാര ചെലവുകൾ ഒഴിവാക്കാനാകും. ബ്രിട്ടനിൽ അടുത്തിടെ സോളാർ, വിൻഡ് വൈദ്യുതി ഉൽപാദനം റെക്കോർഡുകൾ തകർത്തു എന്നതാണ് ഈ നീക്കത്തിനു പിന്നിലെ പ്രധാന കാരണം. ഒരേ സമയം ഈ വേനലിൽ വൈദ്യുതി ഗ്രിഡ്
മുഴുവൻ സീറോ കാർബൺ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആദ്യ കാലഘട്ടമാകാൻ ഇടയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അധിക വൈദ്യുതി ഉൽപാദനം ചില സമയങ്ങളിൽ ഗ്രിഡിന് മേൽ അധിക ഭാരം സൃഷ്ടിച്ച് തകരാറിലാകാനുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനിടെ ഗ്യാസ് വിതരണത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ വില ഉയർന്നിട്ടുണ്ടെങ്കിലും ബ്രിട്ടൻ പ്രധാനമായും നോർവേയും നോർത്ത് സീയും വഴിയുള്ള ഗ്യാസ് ഉപയോഗിച്ച് ആവശ്യങ്ങൾ നിറവേറ്റുമെന്നാണ് പ്രതീക്ഷ. ആഭ്യന്തര ഗ്യാസ് ഉൽപാദനം കുറയുന്നുണ്ടെങ്കിലും ഇറക്കുമതി വർദ്ധിപ്പിച്ച് അത് നികത്താനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. 2030 ഇലക്ട്രിക് വാഹനങ്ങൾ, ഹീറ്റ് പമ്പുകൾ തുടങ്ങിയവയുടെ ഉപയോഗം കൂടുന്നതോടെ നവീകരണ ഊർജ്ജ ഉപഭോഗം വർദ്ധിച്ച് ഈ മേഖലയിൽ സ്ഥിരത കൈവരുമെന്നാണ് വിലയിരുത്തൽ. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോടുകൂടിയ ക്യാമറകൾ സസെക്സിൽ സ്ഥാപിച്ചു. പ്രധാനമായും വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും പിടികൂടാനാണ് ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ച ഈ ക്യാമറകൾ ഉപയോഗിക്കുക. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും പിടികൂടാൻ തരത്തിൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയോട് കൂടിയ ക്യാമറകൾ സസെക്സിൽ സ്ഥാപിച്ചുവെങ്കിലും ഈ ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയെല്ലാമാണെന്ന് പക്ഷേ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും ഈ ക്യാമറകൾ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ വാഹനം ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് വഴി സസെക്സിൽ 82 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കാഞ്ഞതിനാൽ 214 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 വർഷം മുൻപ് നാഷണൽ ഹൈവേ സമാനമായ ക്യാമറകൾ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. അന്ന് സസെക്സിൽ 7 ദിവസക്കാലത്തിനിടയിൽ 458 പേരെയാണ് ഗതാഗത നിയമം ലംഘിച്ചതായി കണ്ടെത്തിയത്. ഇതിൽ 330 പേർ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ച ഡ്രൈവർമാരായിരുന്നു. 18 പേർ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചവരും. മറ്റ് 10 പേർ ഈ 2 ലംഘനങ്ങളും നടത്തിയതായും കണ്ടെത്തിയിരുന്നു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വഴിമുട്ടിയെങ്കിലും 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന ഏപ്രിൽ 21 മുൻപായി US-ഉം ഇറാനും തമ്മിൽ പുതിയ റൗണ്ട് ചർച്ചകൾക്ക് സാധ്യത തെളിഞ്ഞു. ഈ ആഴ്ച അവസാനം ചർച്ചകൾ നടന്നേക്കുമെന്ന് രാജ്യാന്തര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന ഏപ്രിൽ 21 മുൻപായി US-ഉം ഇറാനും തമ്മിൽ പുതിയ റൗണ്ട് ചർച്ചകൾക്ക് സാധ്യത തെളിയുന്നു. ചർച്ച വ്യാഴാഴ്ച നടന്നേക്കുമെന്ന സൂചനയുണ്ടെങ്കിലും സമയവും സ്ഥലവും ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല. ഇസ്ലാമാബാദ് അല്ലെങ്കിൽ ജനീവ എന്നിവയാണ് പരിഗണനയിലുള്ള പ്രധാന വേദികൾ. 6 ആഴ്ച നീണ്ട യുദ്ധത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് പറയാനാകില്ല എന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ചർച്ചകളിൽ വലിയ പുരോഗതി ഉണ്ടായി. ഇറാൻ തങ്ങളുടെ നിലപാടുകളിലേക്ക് അല്പം അടുത്തു. പക്ഷേ അത് മതിയാകില്ല. അടുത്ത നീക്കം നടത്തേണ്ടത് ഇറാനാണെന്നും വാൻസ് പറഞ്ഞു. തന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാണെങ്കിൽ നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. ഇറാൻ ഞങ്ങളെ വിളിച്ചിരുന്നു, അവർക്കൊരു ധാരണയിലെത്താൻ താല്പര്യമുണ്ടെന്നായിരുന്നു ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. US-ഉം ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനു പിന്നിലെ കാരണങ്ങൾ പുറത്ത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിലെ സെറീന ഹോട്ടലിൽ നടന്ന 20 മണിക്കൂർ നീണ്ട ചർച്ചകളാണ് യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കുന്ന കാലയളവിനെ ചൊല്ലിയുള്ള തർക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തട്ടി വഴിമുട്ടിയത്. US-ഉം ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനു പിന്നിലെ കാരണങ്ങൾ പുറത്തുവരുമ്പോൾ ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് US ആവശ്യപ്പെട്ടതെന്നാണ് വിവരം. എന്നാൽ ഇത് പരമാവധി 5 വർഷം മാത്രമേ സാധ്യമാകൂ എന്ന നിലപാടിൽ ഇറാൻ ഉറച്ചുനിന്നു. 12.5 വർഷത്തെ ഇടക്കാല കാലാവധി എന്ന നിർദ്ദേശം ഉയർന്നുവെങ്കിലും ഇരുപക്ഷവും അതിനോട് പൂർണ്ണമായി യോജിച്ചില്ല. ഇറാന്റെ ആഭ്യന്തര സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന മുൻ നിലപാടിൽ നിന്ന് US പിന്നോട്ട് പോയത് വലിയ മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. ഇതിനു പുറമെ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ നീക്കുന്നതും ചർച്ചാ വിഷയമായി. ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കണമെന്ന് US ആവശ്യപ്പെട്ടപ്പോൾ രാജ്യാന്തര ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിലായിരുന്നു ഇറാൻ. ചർച്ചകൾക്കിടയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. മുൻപ് ജനീവയിൽ ചർച്ചകൾ നടക്കുമ്പോൾ ആക്രമിക്കില്ല എന്ന് US ഉറപ്പു നൽകിയിരുന്നെങ്കിലും 2 ദിവസങ്ങൾക്കുള്ളിൽ US-ഇസ്രായേൽ ആക്രമണം ഉണ്ടായ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുമെന്ന അരാഗ്ചിയുടെ ചോദ്യം ചർച്ചാമുറിയിൽ വലിയ നിശബ്ദതയുണ്ടാക്കി. ചർച്ചകൾ 80% വിജയത്തിലെത്തിയിരുന്നതായും അവസാന നിമിഷം ചില സാങ്കേതിക കാര്യങ്ങളാണ് തടസ്സം നേരിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇറാൻ തുറമുഖങ്ങൾ US സൈന്യം ഉപരോധിച്ചു തുടങ്ങിയത് വെടിനിർത്തൽ കരാറിനെ ഭീഷണിയിലാക്കുന്നുണ്ട്. എങ്കിലും ഇറാൻ ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചതായും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ മാറ്റമില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2ാം ഘട്ട ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന വിവാദപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് നീക്കം ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗിയെ ട്രംപ് സുഖപ്പെടുത്തുന്നതായാണ് കാണിച്ചിരുന്നത്. ട്രൂ സോഷ്യലിൽ പങ്കുവച്ച ഈ പോസ്റ്റിനെതിരെ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഉയർന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന വിവാദപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് നീക്കം ചെയ്തു. തന്നെ ഒരു ഡോക്ടറായാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിയതിനാലാണ് ചിത്രം നീക്കം ചെയ്തതെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി. വെള്ള വസ്ത്രം ധരിച്ച ട്രംപ് രോഗിയുടെ നെറ്റിയിൽ തിളങ്ങുന്ന കൈ വെച്ചിരിക്കുന്നതായിരുന്നു ആ ചിത്രം.
ഇത് യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന മതപരമായ പെയിന്റിങ്ങുകൾക്ക് സമാനമാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അമേരിക്കൻ പതാകയും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. താൻ ആളുകളെ വളരെയധികം മെച്ചപ്പെട്ടവരാക്കുന്നുണ്ട് എന്നാണ് ചിത്രം പങ്കുവച്ചതിനെ കുറിച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു ചിത്രം ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ക്രൈസ്തവ ആക്ടിവിസ്റ്റായ ഷോൺ ഫ്യൂച്ച് പ്രതികരിച്ചു. ചിത്രത്തിനെതിരെ കടുത്ത വിമർശനമാണ് മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദൈവത്തെ പരിഹസിക്കരുതെന്നാണ് പ്രമുഖ യാഥാസ്ഥിതിക ആക്ടിവിസ്റ്റ് റൈലി ഗൈൻസ് പ്രതികരിച്ചത്. ചിത്രം എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാനാവില്ല എന്നും ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലെ പത്രപ്രവർത്തകൻ ഡേവിഡ് ബ്രോഡിയും വ്യക്തമാക്കി. ട്രംപിന്റെ മുൻപത്തെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ബരാക് ഒബാമയും മിഷേൽ ഒബാമയും അധിക്ഷേപിക്കുന്ന വീഡിയോ പങ്കുവച്ചത് പ്രതിഷേധത്തെ തുടർന്ന് വൈറ്റ് ഹൌസിന് നീക്കം ചെയ്യേണ്ടി വന്നിരുന്നു. UK-യിലെ ആദ്യകാല മലയാളി സംഘടനകളിൽ ഒന്നായ ബോൾട്ടൺ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഈസ്റ്റർ, വിഷു, ഈദ് ആഘോഷ പരിപാടികൾ ഏപ്രിൽ 18 ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെ ഫാൻവർത്തിലെ സെന്റ് ജെയിംസ് ചർച്ച് ഹാളിൽ സംഘടിപ്പിക്കും. പ്രശസ്ത സിനിമ കോമഡി താരം കലാഭവൻ ജോബി നേതൃത്വം നൽകുന്ന സംഗീത ഹാസ്യ സ്റ്റേജ് ഷോ ആഘോഷങ്ങൾക്ക് പ്രധാന ആകർഷണമാകും. കൂടാതെ BMAയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും കുട്ടികളുടെ തീം ഡാൻസ്, 29 വനിതകൾ ഒരേ വേദിയിൽ അണിനിരക്കുന്ന ഭംഗിയാർന്ന നൃത്താവിഷ്കാരം, റിതം ഓഫ് യൂണിറ്റി തുടങ്ങിയ ഐക്യവും സാംസ്കാരിക വൈവിധ്യവും പ്രതിഫലിപ്പിക്കുന്ന വിവിധ കലാരൂപങ്ങൾ ആഘോഷങ്ങൾക്ക് ഭംഗി പകരുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. ഹാളിൽ സ്പോട്ട് എൻട്രി ഉണ്ടായിരിക്കില്ല എന്നും സംഘാടകർ അറിയിച്ചു. എക്സലന്റ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, എൻഡർലിനസ്റ്റ് കെയർ, പ്രവാസി കളക്ഷൻസ് എന്നീ സ്ഥാപനങ്ങളാണ് പരിപാടിയുടെ പ്രധാന സ്പോൺസർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓം UK-യുടെ ആഭിമുഖ്യത്തിൽ 2026 ജൂലൈ 11 പോർച്ചസ്റ്ററിലെ ട്യൂഡർ ഗ്രഞ്ച് അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന രാമായണോത്സവം 2026ന്റെ പോസ്റ്റർ പ്രകാശനം ചിദാനന്ദപുരി സ്വാമികൾ നിർവഹിച്ചു. പോസ്റ്റർ പ്രകാശനം നിർവഹിച്ച് നൽകിയ അനുഗ്രഹ സന്ദേശത്തിൽ പരിപാടിക്ക് എല്ലാവിധ മംഗളാശംസകളും സ്വാമിജി അറിയിച്ചു. UK-യിലെ വിവിധ ഹിന്ദു സമാജങ്ങളെ ഒരുമിപ്പിക്കുന്നതിനും കുട്ടികളിലും യുവജനങ്ങളിലും ആത്മീയ മൂല്യങ്ങളും സാംസ്കാരിക പൈതൃകവും വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. 2016 മുതൽ UK-യിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ ആത്മീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയായ ഓം UK കുട്ടികൾക്കായുള്ള ബാലഭാരതി, ആധ്യാത്മിക സമിതി, വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും മാനസിക ആശയ പിന്തുണ നൽകുന്നതിനായുള്ള ചിതഗ്നി എന്നീ വിവിധ വിഭാഗങ്ങളിലായി അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുണ്ട്. UK-യിലെ വിവിധ ഹിന്ദു സമാജങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന രാമായണോത്സവം ഓം UK-യുടെ മറ്റൊരു പുതിയ ചുവടുവയ്പ്പാണ്. കുടുംബ സൗഹൃദമായ ഒരു ഏകദിന ഉത്സവമായാണ് രാമായണോത്സവം ആഘോഷിക്കുക. ആഘോഷത്തിന്റെ ഭാഗമായി കലാകായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് ഓം UK സംഘാടകർ അറിയിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും മത്സരങ്ങൾ ഉണ്ടായിരിക്കും. കവിതാരചന, കഥാരചന, ലേഖനം എന്നിവയോടൊപ്പം രാമായണ പ്രശ്നോത്തരി, രാമായണ പാരായണം, ഭഗവത്ഗീത ശ്ലോക മത്സരം, നൃത്തം, ചെണ്ടമേളം, തിരുവാതിരക്കളി, ഭജൻ, നാടകാവിഷ്കാരം എന്നിവയാണ് പ്രധാന മത്സര ഇനങ്ങൾ. മത്സരാർത്ഥികൾക്ക് അവരുടെ ഹിന്ദു സമാജങ്ങൾ മുഖേന നേരത്തെ തന്നെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മത്സരങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടുന്ന സമാജങ്ങൾക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.09 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 93.26 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 109.78 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.35 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 67.68 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. 7 വർഷത്തിനു ശേഷം ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായുള്ള 2 ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖത്ത്. ഒഡീഷയിലെ പാരദീപ് തുറമുഖത്ത് 20 ലക്ഷം വീപ്പ എണ്ണയുമായി ജയ എന്ന ടാങ്കറും ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് ഫെലിസിറ്റി എന്ന ടാങ്കറുമാണ് അടുത്തത്. അമേരിക്ക ഇറാനിയൻ എണ്ണയ്ക്ക് 2019 ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യൻ കമ്പനികൾ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത്. നീണ്ട 7 വർഷത്തിനു ശേഷമാണ് ഒഡീഷയിലെ പാരദീപ് തുറമുഖത്ത് 20 ലക്ഷം വീപ്പ എണ്ണയുമായി ജയ എന്ന ടാങ്കറും ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് ഫെലിസിറ്റി എന്ന ടാങ്കറും ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായി അടുത്തത്. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് ആഗോള എണ്ണ വിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ അമേരിക്ക ഉപരോധത്തിൽ 1 മാസത്തെ ഇളവ് അനുവദിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങിയത്. സമാധാന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തെ തടയിടാൻ ഇറാനിലെ തുറമുഖങ്ങൾ തടയുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ അളവിൽ എണ്ണ കൊണ്ടുപോകുന്ന ഫെലിസിറ്റി ഞായറാഴ്ച വൈകിട്ടോടെയാണ് ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് നങ്കൂരമിട്ടത്. റിലയൻസ് ആണ് ഇതിലെ എണ്ണ വാങ്ങിയിരിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. പാരദീപ് തുറമുഖത്തിനടുത്ത
കപ്പലിലെ എണ്ണ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് എത്തിച്ചിരിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില വീണ്ടും $100 മുകളിൽ തിരിച്ചെത്തി. അന്താരാഷ്ട്ര ബെഞ്ച്മാർക്കായ ബ്രന്റ് ക്രൂഡ് വില വിപയ്ക്ക് $102.3, അമേരിക്കൻ ബെഞ്ച്മാർക്കായ WTI ക്രൂഡ് വില $104.2 വ്യാപാരം പുരോഗമിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും കോൺഗ്രസിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്നതിനു പകരം അവർക്ക് ബിരിയാണി നൽകി സൽക്കരിക്കുകയായിരുന്നു കോൺഗ്രസും മമതയുമെന്നുമാണ് അമിത്ഷായുടെ കുറ്റപ്പെടുത്തൽ. ബംഗാളിലെ പശ്ചിം ബർധമാനിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും കോൺഗ്രസിനുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബംഗാളിലെ പശ്ചിമ ബർധമാനിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മമതാ ബാനർജിയുടെ പാർട്ടി പിന്തുണച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഒരിക്കലും ശക്തമായ നടപടിയെടുത്തിട്ടില്ല എന്ന് പരാമർശിച്ചു. പകരം അവർക്ക് ബിരിയാണി നൽകി സൽക്കരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പഹൽഗാം ആക്രമണത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബംഗാളിലെ സിൻഡിക്കേറ്റുകൾക്കും അഴിമതികൾക്കുമെതിരെ BJP ശക്തമായ നടപടിയെടുക്കുമെന്ന് അമിത്ഷാ വാഗ്ദാനം ചെയ്തു. മമതാ സർക്കാരിനോട് വിട പറയാൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. BJP അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാരെ തലകീഴായി കെട്ടിത്തൂക്കും. BJP പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തുന്ന തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകൾ ഏപ്രിൽ 23 വീടുകളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലാത്തപക്ഷം മെയ് 4 ഓരോരുത്തരെയായി പിടിച്ച് ജയിലിലിടും. BJP അധികാരത്തിൽ വന്നാൽ നുഴഞ്ഞുകയറ്റക്കാരെ ഓരോരുത്തരെയായി കണ്ടെത്തി രാജ്യത്ത് നിന്ന് പുറത്താക്കും. ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കും. അടുത്ത മുഖ്യമന്ത്രി ഈ മണ്ണിൽ നിന്നുള്ള മകൻ തന്നെയായിരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു. നോയിഡയിൽ തിങ്കളാഴ്ച വേതന വർധനവ് ആവശ്യപ്പെട്ട് നടന്ന തൊഴിലാളി സമരം അക്രമാസക്തമായ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനു പിന്നിൽ പാക് ഗൂഢാലോചനയെന്ന് ഉത്തർപ്രദേശ് മന്ത്രി. അക്രമത്തിൽ പാക് ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി തൊഴിൽ മന്ത്രി അനിൽ രാജ്ഭർ വെളിപ്പെടുത്തി. നോയിഡയിൽ തിങ്കളാഴ്ച വേതന വർധന ആവശ്യപ്പെട്ട് നടന്ന തൊഴിലാളി സമരം അക്രമാസക്തമായ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനു പിന്നിൽ പാക് ഗൂഢാലോചനയെന്ന് ആരോപിച്ച ഉത്തർപ്രദേശ് മന്ത്രി ഈ പ്രതിഷേധം ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും വാദിച്ചു. അടുത്തിടെ മീററ്റിൽ നിന്നും നോയിഡയിൽ നിന്നും പാകിസ്ഥാനുമായി ബന്ധമുള്ള 4 ഭീകരവാദികളെ പിടികൂടിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അസ്ഥിരതയുണ്ടാക്കാൻ പാക് ഹാൻഡലർമാർ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഏജൻസികൾ ഗൗരവമായി അന്വേഷിച്ചു വരികയാണ്. മുസാഫർ നഗറിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പങ്കെടുക്കുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയ നീക്കമാണിതെന്നും മന്ത്രി അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ വിവരങ്ങളിലും പ്രകോപനങ്ങളിലും വീഴരുതെന്നും തൊഴിലാളികളുടെ എല്ലാ പരാതികളും കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാന സർക്കാർ വേതനം വർദ്ധിപ്പിച്ചതിന് തങ്ങൾക്കും വേതന വർധന വേണമെന്നാവശ്യപ്പെട്ട് 40,000-ഓളം ഫാക്ടറി തൊഴിലാളികളാണ് തെരുവിലിറങ്ങിയത്. നഗരത്തിലെ 80ഓളം കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധം പോലീസുമായി ഏറ്റുമുട്ടുന്നതിലേക്കും വാഹനങ്ങൾക്കും വസ്തുവകകൾക്കും തീയിടുന്നതിലേക്കും കല്ലേറിലേക്കും നയിച്ചു. അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ 300-ലധികം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവെപ്പിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് ഇവരെ പ്രതിരോധ നടപടികളുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തത്. ഇതിനു പുറമെ 100-ലധികം പേരെ ചോദ്യം ചെയ്യാനായി തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഫാക്ടറികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അക്രമികളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കടുത്ത ജാതീയത തലപ്പൊക്കുന്ന ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകൾക്കിടയിലാണ് നാം ഇന്നുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പങ്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പങ്കിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സമൂഹമെന്ന നിലയിൽ കേരളം ആർജിച്ച മൂല്യങ്ങൾ കൈമോശം വന്നോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടമാണിത് എന്ന് കുറിച്ചു. പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വിവരങ്ങളാണ് നിതിന്റെ മരണത്തെ തുടർന്ന് പുറത്തുവരുന്നത്. നിതിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും കേരളമാകെ നിതിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്യാമ്പസുകളിലെ ജാതീയ വിവേചനങ്ങൾ നിയമം മൂലം ഇല്ലാതാക്കാൻ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല എന്നും മുഖ്യമന്ത്രി പോസ്റ്റിൽ പറയുന്നുണ്ട്. UDF സ്ഥാനാർത്ഥികൾക്ക് ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ വിജയവും മറ്റിടങ്ങളിൽ വിജയസാധ്യതയും വിലയിരുത്തി കോൺഗ്രസ്. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനം പറയുന്നു. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് അവലോകനം പുറത്തുവന്നു. തൃശൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ വിജയവും മറ്റിടങ്ങളിൽ വിജയസാധ്യതയും കോൺഗ്രസ് വിലയിരുത്തി. സാധാരണയിൽ കവിഞ്ഞ പ്രചരണവും ആത്മവിശ്വാസവും നേതൃത്വത്തിലും അണികളിലും കാണാമായിരുന്നു. പ്രചരണ രംഗത്തും പോളിംഗിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ജില്ലയൊട്ടുക്കും തരംഗമായാൽ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും UDF തൂത്തുവാരുമെന്നും നേതൃത്വം അവകാശപ്പെട്ടു. മുൻപില്ലാത്ത രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കം. സ്ഥാനാർത്ഥി നിർണയം അപശബ്ദങ്ങളില്ലാതെ പൂർത്തീകരിച്ചു. നേതൃതലത്തിലെ ഒത്തൊരുമയും ഐക്യവും പ്രവർത്തകർക്ക് ആവേശവും ആത്മവിശ്വാസവും പകർന്നു. ഇടതു സഹയാത്രികർ പോലും തിരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിനായി പ്രവർത്തിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ LDFന്റെ പല അനുകൂല ഘടകങ്ങളും ഇന്ന് UDFനൊപ്പം നിഷ്പക്ഷ വോട്ടുകൾ പരമാവധി സ്വായത്തമാക്കാൻ മുന്നണിക്ക് സാധിച്ചു. എന്നിങ്ങനെയാണ് വിജയം ഉറപ്പാക്കുന്നതിന് കോൺഗ്രസ് പറയുന്ന കാരണങ്ങൾ.
അതേസമയം പരാജയമുണ്ടായാൽ അതിനുള്ള കാരണങ്ങളായി കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJP LDF അന്തർധാര, തൃശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ UDF, അനുകൂല വിഭാഗങ്ങളിലെ ചിലർ വോട്ട് ചെയ്തില്ല, ജില്ലാ സംസ്ഥാന നേതൃത്വവുമായി ആലോചിക്കാതെയുള്ള ചിലരുടെ പ്രവർത്തനം നെഗറ്റീവായി, ചൂരൽമല ദുരന്തബാധിതരെ കോൺഗ്രസ് സംരക്ഷിച്ചില്ല എന്ന പ്രചരണം നെഗറ്റീവായി എന്നിവയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തി BJP 5 മുതൽ 7 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനം സംബന്ധിച്ച് 5 മുതൽ 7 സീറ്റുകൾ വരെ ലഭിക്കുമെന്ന BJPയുടെ പ്രാഥമിക വിലയിരുത്തലിൽ തൃശൂർ, തിരുവല്ല, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയത്തിനുള്ള സാധ്യതയുണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ബൂത്തുതല കണക്കുകൾ നേരിട്ട് വിലയിരുത്താനും കോർ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെട്ട സമിതി ജില്ലകളിലെത്തി കണക്കുകൾ ശേഖരിക്കും. ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം വിമർശിച്ചതിന് ഷോൺ ജോർജിനെതിരെ കോർ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. എന്നാൽ താൻ സഭയോ സഭാ നേതൃത്വത്തെയോ അല്ല, മറിച്ച് കോൺഗ്രസ് അനുകൂല നിലപാടെടുത്ത ദീപിക പത്രത്തെയാണ് വിമർശിച്ചതെന്ന് ഷോൺ വിശദീകരിച്ചു. സഭാ നേതൃത്വത്തിനെതിരായി തൽക്കാലം പരസ്യ വിമർശനങ്ങൾ വേണ്ട എന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്ന് കോർ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു. ശോഭാ സുരേന്ദ്രന്റേതായി പുറത്തുവന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സോമനെ കുറിച്ച് പരാമർശമുണ്ടെന്നും അത് തനിക്ക് പൊതുസമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും നാണക്കേടുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു. കൗമാരതാരം വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്കുള്ള വഴിയൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി മിന്നും പ്രകടനം പുറത്തെടുക്കുന്ന വൈഭവിനെ അയർലൻഡിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ ഉൾപ്പെടുത്തുമെന്നാണ് സൂചന. കൗമാരതാരം വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യയുടെ സീനിയർ ടീമിലേക്ക് വഴിയൊരുക്കുന്ന അയർലൻഡിനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം. ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുൻപാണ് അയർലൻഡുമായുള്ള സീരീസ്. വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളാണ് ദ ഇന്ത്യൻ എക്സ്പ്രസിനോട് വെളിപ്പെടുത്തിയത്. സെലക്ടർമാർ വൈഭവിന്റെ പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. IPL ഉൾപ്പെടെ മികച്ച പ്രകടനം തുടരുന്ന വൈഭവിനെ ഇന്ത്യയുടെ സീനിയർ ടീമിൽ ഉൾപ്പെടുത്താൻ ഇനിയും വൈകേണ്ട എന്നാണ് സെലക്ടർമാരുടെ നിലപാട്. താരതമ്യേന ദുർബലനായ എതിരാളിക്കെതിരായ പരമ്പരയിൽ വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്താനാണ് സെലക്ടർമാരുടെ നീക്കം. അതുകൊണ്ടാണ് അയർലൻഡിനെതിരായ പരമ്പരയിൽ വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങുന്നത്. സീനിയർ ടീമിലും മികച്ച പ്രകടനം തുടരുകയാണെങ്കിൽ സിംബാബ്വെക്കെതിരായ പരമ്പരയിലും വൈഭവിനെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. സീനിയർ ടീമിലെത്തിയാൽ ഇന്ത്യക്ക് വേണ്ടി രാജ്യാന്തര മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും വൈഭവിന്റെ പേരിൽ കുറിക്കപ്പെടും. 15 വയസ്സാണ് വൈഭവിന് ഇപ്പോൾ ഉള്ളത്. 16-ാം വയസ്സിലാണ് ഇതിഹാസ താരമായ സച്ചിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-ക്കും ഇന്ത്യക്കും ഇടയിലുള്ള യാത്രാ മേഖലയിൽ വലിയ മാറ്റമുണ്ടാകും. ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള പ്രധാന മെട്രോ നഗരങ്ങളിലേക്ക് ബ്രിട്ടനിൽ നിന്നും നേരിട്ടുള്ള കൂടുതൽ സർവീസുകൾ നടത്താൻ ഒരുങ്ങും. UK-യിലെ മലയാളി പ്രവാസികൾക്ക് കടുത്ത അവഗണന. UK-യിൽ നിന്ന് മുൻകാലങ്ങളിൽ കേരളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ നടത്തി ചരിത്രപരമായ വിജയം കൈവരിച്ചിട്ടും കേരളത്തെ ഒഴിവാക്കി വിമാന കമ്പനികൾ. ഇന്ത്യയിലും ആഫ്രിക്കയിലും തങ്ങളുടെ വ്യോമഗതാഗതം പുനർവിന്യസിക്കാൻ തയ്യാറെടുത്ത് ബ്രിട്ടീഷ് എയർവേസ്. ജിദ്ദ, ദുബായ്, ദോഹ എന്നീ സർവീസുകൾ വെട്ടിച്ചുരുക്കും. UK-യിൽ 1,70,000 പേർക്ക് HMRC നൽകുന്ന ശരാശരി 800 പൗണ്ടിന്റെ റീഫണ്ടുകൾ നഷ്ടമാകുമെന്ന് സൂചന. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ കാരണങ്ങളാൽ നൽകേണ്ടതിലധികം തുക നികുതിയായി നൽകേണ്ടി വരുന്നു. അധിക തുക നൽകുന്ന അർഹതയുള്ളവർക്ക് തുക മടക്കി ലഭിക്കാൻ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് HMRC കത്തയച്ചു. കഴിഞ്ഞ വർഷം റീഫണ്ടിന് അർഹതയുള്ളവർക്കായി HMRC അയച്ചത് 17 ലക്ഷം ചെക്കുകൾ. പണം മാറിയെടുക്കാത്ത ചെക്കുകൾ 1,78,180 എണ്ണം. US-ഉം ഇറാനും തമ്മിൽ പുതിയ റൗണ്ട് ചർച്ചകൾക്ക് സാധ്യത. 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്ന ഏപ്രിൽ 21 മുൻപായി ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. വ്യാഴാഴ്ച നടന്നേക്കാവുന്ന ചർച്ചകൾ ജനീവയിലോ ഇസ്ലാമാബാദിലോ നടക്കും. തിരക്കിട്ട നീക്കങ്ങൾ 6 ആഴ്ച നീണ്ട യുദ്ധത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ. US-ഉം ഇറാനും തമ്മിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനു പിന്നിലെ കാരണങ്ങൾ പുറത്ത്. ചർച്ച വഴിമുട്ടിയത് യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കുന്ന കാലയളവിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ. സ്വയം യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന വിവാദപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് നീക്കം ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗിയെ ട്രംപ് സുഖപ്പെടുത്തുന്നതായുള്ള വിവാദ ചിത്രം നിർമ്മിച്ചത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചു. പോസ്റ്റിനെതിരെ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നും ശക്തമായ പ്രതിഷേധം. തന്നെ ഒരു ഡോക്ടറായാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് ട്രംപിന്റെ അവകാശവാദം. ചിത്രം യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന മതപരമായ പെയിന്റിങ്ങുകൾക്ക് സമാനമാണെന്ന് വിമർശകർ. 7 വർഷത്തിനു ശേഷം ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായി 2 ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖത്ത്. 20 ലക്ഷം വീപ്പ എണ്ണയുമായി ഒഡീഷയിലെ പാരദീപ് തുറമുഖത്ത് എത്തിച്ചത് ജയ എന്ന ടാങ്കറും ഗുജറാത്തിലെ സിക്ക തുറമുഖത്ത് എത്തിച്ചേർന്നത് ഫെലിസിറ്റി എന്ന ടാങ്കറും. അമേരിക്ക ഇറാനിയൻ എണ്ണയ്ക്ക് 2019 ഉപരോധം ഏർപ്പെടുത്തിയ ശേഷം ഇന്ത്യൻ കമ്പനികൾ ഇറാനിയൻ എണ്ണ വാങ്ങുന്നത് ആദ്യമായി. ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ എണ്ണയിൽ നിന്നുള്ള വരുമാനത്തിന് തടയിടാൻ ഇറാനിലെ തുറമുഖങ്ങൾ തടയുമെന്ന് അമേരിക്ക. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും കോൺഗ്രസിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർക്ക് ബിരിയാണി നൽകി സൽക്കരിക്കുകയായിരുന്നു കോൺഗ്രസും മമതയുമെന്ന് അമിത്ഷാ.
മമതാ ബാനർജിയുടെ പാർട്ടി പിന്തുണച്ചിരുന്ന മൻമോഹൻ സിംഗ് സർക്കാർ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഒരിക്കലും ശക്തമായ നടപടിയെടുത്തില്ല എന്ന് രൂക്ഷ വിമർശനം. പഹൽഗാം ആക്രമണത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ബംഗാളിലെ സിൻഡിക്കേറ്റുകൾക്കും അഴിമതിക്കുമെതിരെ BJP ശക്തമായ നടപടിയെടുക്കുമെന്ന് അമിത്ഷാ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ കടുത്ത ജാതീയത തലപ്പൊക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതികരണം അഞ്ചരക്കണ്ടി ഡെന്റൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. നിതിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി. ക്യാമ്പസുകളിലെ ജാതീയ വിവേചനങ്ങൾ നിയമം മൂലം ഇല്ലാതാക്കാൻ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല എന്ന് മുഖ്യന്റെ രൂക്ഷ വിമർശനം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.